അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ദാരുണമായ ജീവിതാന്ത്യത്തെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പറയാനും കേൾക്കാനുമുള്ളത്. അത് കേവലം ഒരു സംഭവമായിരുന്നില്ല, ഇസ്ലാമിക ചരിത്രത്തിലെ വികാരോജ്വലമായ ഒരു അധ്യായമായിരുന്നു അദ്ദേഹത്തിൻ്റെ അവസാനം. അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള നല്ലൊരു വിശ്വാസിയാണ്. ഔസ് വിഭാഗക്കാരനാണ്. ബനു അദിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം, അൻസാരിയാണ്. അദ്ദേഹത്തെ മക്കയിലെ ചന്തയിൽ പരസ്യമായി വിൽക്കുകയാണ് ചെയ്തത്. ഉഖബ ബിൻ അൽ ഹാരിസ് എന്ന ആളാണ് അദ്ദേഹത്തെ വാങ്ങിയത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അതിന് പകരം എന്ന നിലക്ക് കൊല്ലുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഖുബൈബിനെ വാങ്ങിയത്. അങ്ങനെ ആദ്യം നേരെ വാങ്ങുകയും തലവെട്ടി കൊല്ലുകയും ചെയ്യുകയായിരുന്നില്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ തടവിലാക്കുകയാണ് ചെയ്തത്. തടവിലെന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൻ്റെ ഉള്ളിൽ തടങ്കലിലാക്കുകയാണ് ചെയ്തത്. കാരണം അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒറ്റ വെട്ടിന് കഥ കഴിക്കുക എന്നതല്ല, മറിച്ച് വേദനിപ്പിക്കാവുന്ന അത്ര വേദനിപ്പിക്കുക, ഭത്സിക്കാവുന്ന അത്ര ഭത്സിക്കുക, പീഡിപ്പിക്കാവുന്ന അത്ര പീഡിപ്പിക്കുക. അതൊക്കെ അവരുടെ ഒരു തമാശയും വിനോദവും വാശിയും എല്ലാമായിരുന്നു. അദ്ദേഹത്തെ തടവിൽ പാർപ്പിച്ചത് ഉഖബയുടെ ഒരു വീട്ടിൽ തന്നെയായിരുന്നു. ആ വീട്ടിൽ തടവിൽ കഴിയുമ്പോൾ അത്ഭുതകരമായൊരു സംഭവമുണ്ടായി. കാര്യമായ ഭക്ഷണമോ മറ്റോ ഒന്നും ഖുബൈബിന് ആ വീട്ടുകാർ കൊടുക്കുമായിരുന്നില്ല. അത് സ്വാഭാവികമാണ്, നമുക്കറിയാം. എന്നാൽ പിന്നെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ എന്തെങ്കിലും വെള്ളമോ ഒരു അല്പം ഭക്ഷണമോ ഒക്കെ സ്വാഭാവികമായി അവർ നൽകും. കാരണം ഇയാളുടെ ജീവൻ നിലനിൽക്കേണ്ടതുണ്ട്. ഇയാളെ പരസ്യമായി കൊല്ലുമ്പോഴാണ് അവർക്ക് ആഹ്ലാദവും ഉന്മാദവും എല്ലാം ഉണ്ടാവുക, പ്രതികാരം തീർന്നു എന്ന് തോന്നലുണ്ടാവുക. അതുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായ ഭക്ഷണമൊന്നും കൊടുക്കുമായിരുന്നില്ല. എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി, ഒരു പക്ഷേ ജീവൻ നിലനിർത്താനുള്ള എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം. തുറന്നു നോക്കുമ്പോൾ ആ വീട്ടുകാർ അത്ഭുതം കണ്ടു എന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ, വളരെ സാഗൂതം, ശാന്തനായി, സമാധാനത്തോടു കൂടെ ഇരുന്ന് ഖുബൈബ് റളിയല്ലാഹു അൻഹു പഴങ്ങൾ കഴിച്ചു കൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. മുന്തിരിയായിരുന്നു പഴം എന്നാണ് പ്രധാന ചരിത്രങ്ങളൊക്കെ പറയുന്നത്. പൊതുവേ ആ കാലത്ത് മുന്തിരി വിളവെടുക്കുന്ന ഒരു കാലമായിരുന്നില്ല, അല്ലെങ്കിൽ മക്കയിൽ മുന്തിരി ഇല്ലാത്തൊരു സമയമായിരുന്നു. അവിടെ ഇല്ലാത്ത ഒരു പഴം എങ്ങനെയാണ് ആ വീട്ടുകാർ പോലും അറിയാതെ ഖുബൈബിൻ്റെ മുമ്പിലെത്തിയത് എന്നത് വലിയ അത്ഭുതപ്പെടുത്തിയ ഒരു രംഗമായിരുന്നു ആ സന്ദർഭത്തിൽ. ഏതായിരുന്നാലും അള്ളാഹു അദ്ദേഹത്തെ ഭക്ഷിപ്പിക്കുകയായിരുന്നു. മറിയം ബീവി റളിയല്ലാഹു അൻഹായുടെ ചരിത്രത്തിൽ വിശുദ്ധ ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്. സക്കരിയ നബി മറിയം ബീവിയുടെ അടുത്തേക്ക് മിഹ്റാബിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കാലത്തും ആ സ്ഥലത്തും ലഭ്യമായിരുന്നില്ലാത്ത പല ഭക്ഷണ പദാർത്ഥങ്ങളും മറിയം ബീവിൻ്റെ അടുക്കൽ കാണുകയുണ്ടായി. മറിയം, ഇതൊക്കെ എവിടെ നിന്നാണ് എന്ന അത്ഭുതത്തോടെ സക്കരിയ നബി ചോദിക്കുകയുണ്ടായി. സക്കരിയ നബിയോട് മറിയം ബീവി പറഞ്ഞത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്നാണ്. അള്ളാഹുവിൻ്റെ സത്യസന്ധരായ ദാസന്മാരുടെ ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ സാധാരണമാണ്. ഏതായിരുന്നാലും അവർ ഖുബൈബിനെ പരസ്യമായി വധിക്കാൻ തീരുമാനിച്ചു. വധശിക്ഷ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് തൻഈമിൽ വെച്ചാണ്. അവർ മുശ്രിക്കീങ്ങളാണെങ്കിലും ഹറമിനോട് അവർക്ക് ആദരവുണ്ട്. തൻഈം വരെയുള്ള സ്ഥലം ഹറമാണ്. ഏതാണ്ട് 15 കിലോമീറ്ററോളം ചുറ്റളവിലുള്ള ഈ ഭൂമി വിശുദ്ധ പ്രദേശമാണ്. അതിനെ ഇസ്ലാം മാത്രമല്ല, ഇസ്ലാമിൻ്റെ മുമ്പ് അറബികളും മാനിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വധശിക്ഷ നടപ്പിലാക്കുന്നത് ഒരിക്കലും ഹറമിൻ്റെ പരിധിയുടെ ഉള്ളിലാവരുത് എന്നവർക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെയും കൊണ്ട് തൻഈമിലെത്തി അദ്ദേഹത്തെ വധിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്.
കാരണം ബദർ യുദ്ധത്തിൽ നഷ്ടം പറ്റാത്ത ആരും ഉണ്ടായിരുന്നില്ല. അവർക്കൊക്കെ തന്നെയും ഒരുപാട് വേദനകളുണ്ട്. അവർക്കൊക്കെ ഇതൊരു ആശ്വാസമാണ്, ഈ കാഴ്ച ഒരു സമാധാനമാണ്. അതുകൊണ്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കുന്നത് കാണാൻ എല്ലാവരും ഒരുമിച്ച് കൂടി. അദ്ദേഹത്തെ വധിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം താൻ വധിക്കപ്പെടാൻ പോവുകയാണ്. തൻ്റെ തല ഏതാനും നിമിഷങ്ങൾക്കാൾ മുറിച്ചെടുക്കപ്പെടാൻ പോവുകയാണ്. എൻ്റെ ശരീരത്തിൻ്റെ ബാക്കി ഭാഗം ഏതാനും ദിവസങ്ങൾ പരസ്യമായി എവിടെയെങ്കിലും കെട്ടിത്തൂക്കാൻ പോവുകയാണ്. അതൊക്കെയാണ് ശത്രുക്കൾ ചെയ്യുക എന്ന് അദ്ദേഹത്തിന് അറിയാം, ഉറപ്പുള്ള കാര്യമായിരുന്നു അത്. പക്ഷേ അപ്പോഴൊന്നും ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന് ഒരു ഭീതിയും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അവരോട് ചോദിച്ചു, ഞാൻ ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നതിൽ നിങ്ങൾക്ക് വല്ല വിരോധവുമുണ്ടോ? അവർ പരിഹാസത്തോടെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ചെയ്യ്, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അങ്ങനെ അദ്ദേഹം 2 റക്അത്ത് നിസ്കരിച്ചു. ചരിത്രത്തിൽ ഏറ്റവും ആദ്യമായി മരണത്തിൻ്റെ തൊട്ടു മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചു കൊണ്ട് പരിപൂർണമായ ശാന്തിയിലെത്തി മരിക്കുക എന്ന ഈ ചര്യ ഇസ്ലാമിക ചരിത്രത്തിൽ പലയിടത്തും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അതിൻ്റെ തുടക്കം ഇവിടെ നിന്നായിരുന്നു എന്നാണ്. അദ്ദേഹം നിസ്കരിച്ചു, മരണത്തിന് വേണ്ടി തയ്യാറായി ശത്രുവിൻ്റെ മുമ്പിൽ നിന്നുകൊടുത്തു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.